ഇനി നമുക്കത് കിബിലക്ക് വേണ്ടിയിട്ടുള്ള മറ്റൊരു കാര്യം, ഇസ്തിഖ്ബാൽ കിബില, മനസ്സിലായേ? അതും നമ്മൾ എന്ത് വേണം, സൂക്ഷിക്കേണ്ടതാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് അപ്പം കിബിലയെ കുറിച്ചാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. കിബില മനസ്സിലായേ? അവിടെയും മഹാനായ നബിതങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോൾ 16 മാസങ്ങളോളം ബൈത്തുൽ മുഖദ്ദസ് കിബിലസ്കരിച്ചിരുന്നു. നമ്മളവിടെ കണ്ടിട്ടില്ല കിബിലത്തേനി പള്ളി. അവിടെ നേരത്തെ പഴയ കിബിലിന്റെ അടയാളത്തിന് അടയാളപ്പെടുത്തിയിരുന്നു. അങ്ങനെ അബുൽ ബിഷർ എന്ന സഹാബിയുടെ, അതായത് ആ സ്ഥലം എവിടെയെന്ന് പറഞ്ഞാല് നമ്മളെ പിന്നെ കിബിലത്തിന്റെ അടുത്ത് തന്നെയാണ്. ഒരു വീടുണ്ടായിരുന്നു, കിബിലത്തിന്റെ അടുത്തുള്ള വീട്. അതായത് കിബിലത്തിൽ നിൽക്കുന്ന ആ പോയിന്റിൽ ഒരു വീടുണ്ടായിരുന്നു. ബനീൻ തമീം ഗോത്രക്കാരുടെ വീട്. ഇന്നുള്ള മസ്ജിദിൽ, അതായത് ഇന്നുള്ള കിബിലത്തിൽ നിൽക്കുന്ന ആ സ്ഥലത്തൊരു വീടായിരുന്നു. ബനീ തമീം ഗോത്രക്കാരുടെ വീടായിരുന്നു. അബുൽ ബിഷർ എന്ന് പറയുന്ന സഹാബിയുടെ ബാപ്പ മരിച്ചപ്പോ റസൂൽ താസിയത്തിന് പോയത് അവിടെ, മരിച്ച വീട്ടില് താസിയത്തിന് പോയതാണ്, ആശ്വസിപ്പിക്കാൻ പോയതാണ്. ആ സമയത്ത് ആ സഹാബത്ത് അവർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ 100 നിസ്കരിക്കാൻ എന്നിട്ടെന്നതാ. 2 റക്അത്ത് നിസ്കരിച്ചു. 3ാമത്തെ റക്അത്തിലാണ് ഷത്രൽ മസ്ജിദുൽ ഹറാമി ആയത്തിറക്കുന്നത്. അതിന്റെ അവസാനം നബി ആഗ്രഹിച്ച റസൂലിന്റെ തൃപ്തിപ്പെട്ട കിബിലേക്ക് തിരിഞ്ഞോളി നബിയെ എന്ന് റബ്ബിന്റെ നിർദ്ദേശം ഉണ്ടാകുകയും ആ നിസ്കാരത്തിൽ തന്നെ 3-4 റക്അത്ത് നേരെ ഓപ്പോസിറ്റ് ആയ കാബിലേക്ക് നിസ്കരിച്ചു. അപ്പൊ അവിടെ നമ്മൾ എന്ത് മനസ്സിലാക്കണം, നിസ്കാരം എന്നാണ് നമ്മള് താരീഖിൽ കാണുന്നത്. 4 റക്അത്തുള്ള നിസ്കാരത്തെ 2 റക്അത്ത് ബൈത്തുൽ മുഖദ്ദസിലേക്കും പിന്നെ ബാക്കി 2 റക്അത്ത് യഥാർത്ഥ ആദ്യത്തെ കഅബയായ ഖിബിലയിലേക്ക് ചെയ്യുകയും ചെയ്തു. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഈ ഖിബിലയിലേക്ക് മുന്നിടൽ അവിടെ എന്തുണ്ട്, നിബിധങ്ങളുടെ തൃപ്തി അവിടെ ഉണ്ട്. അതെ അള്ളാഹു നോക്കിയത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തിയാണ്. മനസ്സിലായി? അപ്പൊ അവിടെ പിന്നെ നമ്മൾ എന്തുവാണ്, ഈ കിബിലയുടെ കാര്യം വളരെ സൂക്ഷിക്കേണ്ട. ചില വീടുകളിലൊക്കെ അങ്ങനെ ഒന്നും ശ്രദ്ധിക്കാറില്ല. കിബില മരിക്കല്ലോ വീടുണ്ടാക്കുക, കിഴക്ക് പടിഞ്ഞാറ് വീടുണ്ടാക്കും. എന്നിട്ട് ആ തിരിഞ്ഞിരിക്കുന്നൊന്നും വേണ്ടത്ര എന്തല്ല കിബിലേക്ക് ആവാത്ത ഒരു അവസ്ഥ അവിടെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അതും ഖുശൂവിന് തടസ്സമായിട്ട് വരും. യഥാർത്ഥ കിബില അല്ലെങ്കിൽ ഇന്ന് കണ്ടുപിടിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. കാരണം പിന്നെ നമ്മുടെ ഈ നെറ്റ് വഴിയായിട്ടൊക്കെ കറക്റ്റ് കിബില കണ്ടുപിടിക്കാനുള്ള വഴികളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ എന്താക്കുന്നത്, 2 റക്അത്ത് അല്ലെ 4 സ്വലാത്തുൽ ദുഹർ ആയിക്കോട്ടെ, ഒരാൾ ബാങ്ക് വെക്കാമെന്ന് കൊടുത്തു. അപ്പൊ നമ്മളൊരു നിസ്കാരത്തിന്റെ രൂപത്തിലേക്ക് കടക്കുകയാണ്. അപ്പോഴേ അത് കാമില രൂപമുള്ളൂ. അതെ. ഇപ്പൊ നിസ്കാരത്തിന്റെ യഥാർത്ഥത്തില് ഖുശൂവിന്റെ കാര്യമാണ് ആദ്യം ഉസ്താദ് പറഞ്ഞത്. പ്രത്യേകിച്ച് എന്തൊക്കെയാണ് ഈ തഹാറത്തുൽ നഫ്സും സഹാറത്തുൽ ബദനും, ശരീരത്തിന്റെ ശുദ്ധീകരണവും, പിന്നെ അത് കഴിഞ്ഞിട്ട് തഹാറത്ത് നഫ്സ് ഉദ്ദേശിക്കുന്നത് ആത്മാവിന്റെ ശുദ്ധീകരണമാണ്. ബദനം എന്ന് പറയുന്നത് ശരീരമാണ്. ശരീരത്തിന്റെ ഈ 2 ശുദ്ധിയും കഴിഞ്ഞാൽ നമ്മൾ ഇനി ഘട്ടം ഘട്ടമായിട്ട് അതിന് മുമ്പുള്ള ഒരുപാട് കാര്യങ്ങൾ, ഉളൂവിന്റെ കാര്യങ്ങളൊക്കെ ഇനി വിശദമായിട്ട് ഉസ്താദ് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ നമുക്ക് പറയും. ഇപ്പൊ നിസ്കാരത്തിലേക്ക് തൽക്കാലം നമ്മൾ പ്രവേശിക്കുന്ന ഒരു പ്രാഥമികമായ ഘട്ടത്തിലേക്ക് നമ്മൾ പറയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോ ഇഖാമത്ത് കൊടുത്തു, ബാങ്ക് ഇഖാമത്ത് കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യാ, നിസ്കാരം തുടങ്ങുമ്പോൾ ആദ്യമായി നിസ്കാരം തുടങ്ങുമ്പോൾ എന്താ ചെയ്യാറുള്ളത്? ആദ്യമായി നമ്മൾ നിയ്യത്ത് വെക്കലാണല്ലോ. അതിന് മുമ്പ് നമ്മള് നിയ്യത്ത് വെക്കും. അല്ല, ഖിബിലക്ക് നേരെ നിന്നു. ആദ്യമേ ഖിബില കറക്റ്റ് കൊണ്ട് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം കറക്റ്റ് ആക്കിയതിനു ശേഷം നിയ്യത്ത് വെക്കുന്നു. അതെ, ഏത് അമലുകൾ സ്വീകരിക്കുന്ന നിയ്യത്ത് കൊണ്ടാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ നിയ്യത്ത് കഴിഞ്ഞ ശേഷം എന്താ ചെയ്യാറുള്ളത്? നിയ്യത്ത് കഴിഞ്ഞാൽ ഉടനെ ചെയ്യുന്ന ഒരു പ്രതിജ്ഞയാണ് അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു വജ്ജഹത്ത്, അതായത് തക്ബീറത്തുൽ ഇഹ്റാമാണ് ആദ്യം. അവിടെ തക്ബീർ, അതായത് നിസ്കരിക്കാൻ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ നിയ്യത്ത് ചെയ്യുന്നതോട് കൂടെ എന്താക്കും, ഇയാളുടെ കൈ ഉയർത്തും. മനസ്സിലായില്ലേ? കൈ കറക്റ്റ് ഉയർത്തും. അതായത് കിബിലക്ക് നേരെ, ചുമലിന് നേരെ എന്താക്കും, കിബിലക്ക് നേരെ കൈ ഉയർത്തും. അതിന്റെ കൈ ഉയർത്തി എന്തിനാണെന്ന് അറിയാത്തത് കൊണ്ടാണ് ചില ആൾക്കാർ കൈ മേലോട്ട് പോകും, ചില ഇങ്ങനെ വായിക്കും. അതായത് പല രൂപത്തിലായിരിക്കും അത്. എന്നാൽ അതിലൊരു പൂർണ്ണമായ ഒരു പിന്നെ താല്പര്യക്കുറവല്ല, അറിവില്ലായ്മയാണ്. അതെ. എന്തിനാണെന്നുള്ള അറിയുന്നത്, കൈ ഉയർത്തൽ എന്തിനാ വെറുതെ വെച്ചേക്കുന്നതെന്നുള്ള അറിയാത്തതുകൊണ്ട്. അപ്പൊ നമ്മൾ ഈ നിയ്യത്ത് വെച്ചിട്ട് നമ്മൾ എന്താക്കുന്നത്, വലിയൊരു കാര്യം പറയാൻ പോകുന്നുണ്ട്. ആ
പറയാൻ പോകുന്ന ആ ലഫ്ദിന്റെ കാര്യ ഗൗരവം ഓർത്തിട്ടാണ് ഇയാൾ എന്താക്കുന്നത്, കൈപൊക്കുന്നത്. ഇതിന്റെ ആവശ്യം അവിടെ ഇല്ല. ഇല്ല, പറയാൻ പോകുന്ന ആ പദത്തിന്റെ ഗൗരവം. ഇനി നമ്മൾ ഇതിലേക്ക് കടക്കുന്നതിനുള്ള വിഷയത്തിലേക്ക് കടക്കാൻ പോവാണ്. അതാണ് ആ കൈ ഉയർത്തുന്നതിന്റെ ലക്ഷ്യം. മനസ്സിലായ? അത് മാത്രല്ല, എന്താണ് ഇയാൾ പറയുന്നത്? അടുത്ത ലഫ്ദ് എന്താ? അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അക്ബർ. അല്ലാഹു അക്ബർ. അവിടെയും ഒരു കാര്യം കൂടെ മനസ്സിലാക്കാനുണ്ട്. ജലാലത്തിൽ ഇസ്മ കറക്റ്റ് ആയിരിക്കണം. അവിടെ വേറെ വിഷയം ഉണ്ടാവും. അപ്പോഴത് കുറിച്ചപ്പെട്ടതാണ്. അതെ, അതാണ് ഈ മദ്രസകളിൽ പഠിപ്പിക്കുന്ന നാവിൻതല മുമ്പല്ലിൽ തട്ടി പറയല്ലേ. അതെ അതെ അതെ. അപ്പൊ അതായത് എന്താണ് ജലാലത്തിന്റെ ഇസ്മിന്റെ മഖ്റജ് നമ്മൾ പഠിച്ചിരിക്കണം. അലിഫ്, ലാമ്, ലാമ്, ഹ, ഇതാണല്ലോ അള്ളാഹ്. അതെ. അപ്പൊ മഖ്റജ് ലാമിൻ്റെത്, സൗണ്ട് ലാദിൻ്റെത്. നമ്മൾ ആരോട് ചോദിച്ചു നോക്കിയാൽ എന്താ പറയാ? അള്ളാഹ് എന്നാ പറയാ. നാവിന്റെ തല മുൻപിലോ ചേർത്ത് പറയും. എന്റെ ഉസ്താദ് അസം മുസ്ലിയാരുടെ അഞ്ചൽ അദ്രാം മുസ്ലിയാരാ, അദ്ദേഹം പറയും പിന്നെ ഇതിന്റെ മാന ഭദ്രകാളി എന്നാണ് അള്ളാഹ് എന്ന് പറഞ്ഞാൽ. അതായത് നാവിനെ തല മുമ്പിലോ ചേർത്ത് വെച്ചാൽ നല്ലൊരു ശതമാനം ആളുകളും അള്ളാഹ് എന്ന് പറയും. സുബ്ഹാനല്ലാഹ് പറയിപ്പിച്ചോക്കണ്ട. അള്ളാഹ് പറയുന്നതായിരിക്കും നാവിനെ മുമ്പിലോ ചേർത്ത് പല്ലിൽ തട്ടിയാ പറയുന്നത്. ഒരിക്കലും അതെന്താവില്ല. ലാമിന്റെ മഖ്റജ് അല്ല. മഖ്റജ് അല്ല. നമ്മൾ പാകിസ്ഥാനിലൊക്കെ പറയുന്നില്ല അല്ല അല്ല അല്ല. അവരോട് നമ്മൾ ശരിക്ക് അല്ല എന്ന് പഠിപ്പിക്കണം. അല്ലാഹു എന്നൊരു സൗണ്ട് മാറ്റാൻ വേണ്ടി പറയാം. അള്ളാഹ് കണ്ടോ? ലാമിന്റെ മഖ്റജ് അല്ലാഹ് വരും. ലാമിന്റെ മഖ്റജ് ലാമിൻ്റെത്, സൗണ്ട് ലാദിൻ്റെത്. ഒരിക്കലും ലാ എന്ന സൗണ്ട് വരാൻ പാടില്ല. അതായത് ത്വാന്റെ മേലെ പുള്ളിയിട്ട ലാ ഇല്ലേ, ആ ലാന്റെ ശബ്ദം വരാൻ പാടില്ല. അള്ളാഹ്. അപ്പൊ ലാമിന്റെ മഖ്റജ് സൗണ്ട് ലാദിന്റെ. അള്ളാഹു അക്ബർ. മനസ്സിലായേ? എന്താ അതിന്റെ അർത്ഥം? അള്ളാഹു തആല ഏറ്റവും വലിയവരാണ്. അള്ളാഹു അക്ബർ അർത്ഥം ചോദിച്ചാൽ എല്ലാവരും പറയുന്നത് അള്ളാഹു തആല വലിയവനാണ്. അത് അള്ള കബീറിന്റെ അർത്ഥമാണ്. പറയുന്നതൊന്നും അർത്ഥം പറയുന്നത് മറ്റൊന്നും. അള്ളാഹു അക്ബർ അർത്ഥം എല്ലാവരും ചോദിച്ചു നോക്കേണ്ട. അവർ പറയുന്ന അള്ളാഹ് വലിയവനാണ്. ഇല്ല, അതിന് നമ്മൾ കാണാം അഫ്ദൽ തഫ്ദീൽ, അറബിയിൽ കാണാം. ഇംഗ്ലീഷിൽ എന്താ പറയാ? സൂപ്പർലേറ്റീവ് ഡിഗ്രി. അപ്പുറത്തേക്ക് മറ്റൊരു ഡിഗ്രി ഇല്ല എന്നർത്ഥം. അതിനപ്പുറത്തൊരു ഡിഗ്രി. അതാണ് അഫ്ദൽ. അഫ്ദൽ എന്ന് പറയുന്നത് മനസ്സിലായി? അഫ്ദൽ തഫ്ദീൽ. മനസ്സിലായേ? അറബിയിൽ അഫ്ദൽ തഫ്ദീൽ എന്ന് പറയും. ഇംഗ്ലീഷ് പറയാൻ തന്നെ സൂപ്പർലേറ്റീവ് ഡിഗ്രി. അപ്പുറത്തേക്ക് മറ്റൊരു ഡിഗ്രി കൊടുക്കാനില്ല. അപ്പൊ ഏറ്റവും വലിയവനായ അള്ളാഹു തആല പിന്നെന്താ അള്ളാഹു തആല ഏറ്റവും വലിയവനാകുന്നു എന്ന് നമ്മളെ പറഞ്ഞു. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താക്കിയത്? കൈപൊക്കിയത്. അവിടെ വേറെ കാര്യം കൂടി ഉണ്ട്. വേറെ കാര്യം കൂടി മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ അള്ളാഹു തആല ഏറ്റവും വലിയവനാകുമ്പോൾ ഈ പറഞ്ഞ ആളായിരിക്കും ഏറ്റവും ചെറിയ. അത് നമ്മൾ അതും ചോദിച്ചാൽ എന്താ പറയാ? ഏറ്റവും വലുതിന്റെ ഓപ്പോസിറ്റ് ചെറുത് പറയും. ഏറ്റവും വലുത് ചെറുതല്ല, ഏറ്റവും ചെറുത്. അപ്പോ അള്ളാഹു തആല ഏറ്റവും വലിയവനാകുന്നു എന്ന് ഇയാൾ പറയാണ്. ഈ പറയുന്നതോട് കൂടി ഈ ഇതൊരു സമ്മതാണ്. ഇത് നമ്മളൊരു ഒരു അംഗീകാരമാണ്. മനസ്സിലായി? ഞാൻ ആരാ? ഒരുപക്ഷെ ഇവിടുത്തെ പ്രധാനമന്ത്രി ആയിരിക്കും, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയിരിക്കും, അല്ലെങ്കിൽ വലിയ പണ്ഡിതനായിരിക്കും, അല്ലെങ്കിൽ ഒരു ജോലിയില്ലാത്ത പാവപ്പെട്ട ഒരു മിസ്കീനായിരിക്കും, അല്ലെങ്കിൽ ഫക്കീറായിരിക്കും. ആരായിരുന്നാലും ശരി, വലിയ തിരക്കും പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളായിരിക്കും. ആരായിരുന്നാലും ശരി, റഹ്മാൻ റബ്ബിന് മുമ്പിൽ ഞാൻ ആരുമല്ലെന്ന് സമ്മതിക്കല. ഞാൻ ആരുമല്ല. മനസ്സിലായില്ലേ? ഏതുപോലെ എന്ന് പറഞ്ഞാൽ, മുമ്പ് അമേരിക്കയും ഇറാഖും തമ്മിൽ യുദ്ധം നടന്നു. ഇറാഖ് പരാജയപ്പെട്ടപ്പോൾ പത്രത്തിൽ റിപ്പോർട്ട് കണ്ടിരുന്നു, മാധ്യമത്തിൽ നിന്നാണ്. അത് അമേരിക്കൻ പട്ടാളക്കാർ പറഞ്ഞു, ഇറാഖ് പട്ടാളക്കാർ ഹാൻഡ്സപ്പ് പറഞ്ഞു. അമേരിക്കൻ പട്ടാളക്കാർ ഇറാഖ് പട്ടാളക്കാർ ഹാൻഡ്സപ്പ് എന്ന് പറഞ്ഞപ്പോൾ എന്താക്കി? അവര് തോക്ക് താഴെ വെച്ചിട്ട് കൈ പൊക്കി ഒരു ഫോട്ടോ ഉണ്ട്. അപ്പൊ എന്താ? അമേരിക്കൻ പട്ടാളക്കാരെ മുമ്പിലുള്ള ഇറാഖ് പട്ടാളക്കാർ നിസ്സഹായരാണ്. മനസ്സിലായില്ലേ? ഈ അമേരിക്കൻ പട്ടാളക്കാർ ഏതർത്ഥത്തിലും അവരെ കീഴ്പ്പെടുത്താൻ കഴിവുള്ളവരാണ് എന്ന് ആര് സമ്മതിക്കുകയാണ്? ഇറാഖ് പട്ടാളം സമ്മതിക്കുക. പറഞ്ഞ മനസ്സിലായപ്പോ? പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ
ഏറ്റവും വലിയ റബ്ബിന്റെ മുമ്പിൽ ഈ പറയപ്പെട്ട ഏറ്റവും നിസ്സാരനായിക്കുന്ന അടിമയാണ് നിൽക്കുന്നത്. അപ്പൊ അബുദും മാബൂദും തമ്മിലുള്ള ഒരു ബന്ധം അവിടെ എന്ത് ചെയ്യാണ് സ്ഥാപിക്ക തുടക്കം തന്നെ. അബദും മഅബൂദും മനസ്സിലായില്ലേ? അബുദും മാബൂദ് തമ്മിലുള്ള ഒരു ബന്ധം, ഖാലിഖും മഖ്ലൂഖും തമ്മിലുള്ള ബന്ധം എന്ത് ചെയ്യണം അവിടെ? ഞാൻ അടിമയാണ്, ഇതെന്റെ റബ്ബാണ്. മനസ്സിലായില്ലേ? ഈ സമ്മതിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താക്കുന്നത്, ഈ കൈ പൊക്കുന്നത്. ഇതിന്റെ ഗൗരവം അറിയാത്തത് കൊണ്ടാണ് കൈ പൊങ്ങാത്തത്. ഇതിനോ അതെ, നിസ്കാരത്തിൽ കൈവെക്കുന്ന കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ തന്നെയും എത്രയോ സമയങ്ങൾ നമ്മൾ എടുത്തു. അപ്പൊ ഇങ്ങനെ ഓരോ പ്രവർത്തനങ്ങളെ കുറിച്ചും വിശദമായിട്ട് പഠിക്കുമ്പോൾ എത്രയോ സമയം. അപ്പൊ അല്ലാഹു അക്ബർ ഇത് മാത്രം മതി. സംസ്കാരത്തിൽ ഇത് മാത്രം അറിഞ്ഞാൽ തന്നെ അവന്റെ ഖുശുവായി. അപ്പൊ ഏറ്റവും വലിയ റബ്ബിന്റെ മുമ്പിൽ ഏറ്റവും ആരെ പറയുന്നത്? ഒരുപക്ഷെ പെട്ടെന്ന് മുഖ്യമന്ത്രി ആയിരിക്കും, പദവിയിലുള്ള ഏറ്റവും ഉന്നത പദവിയുള്ള ആളായി പോലും എന്താക്കണം അവര് പറയുന്നത് തന്നെ. മനസ്സിലായോ? ഈ സിട്ടാവായ റബ്ബിന്റെ മുമ്പിൽ ഞാൻ ആരുമല്ല, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. മനസ്സിലായ? ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറയുന്നതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതാണ്. മനസ്സിലായില്ല? നിസ്കാരത്തിൽ ബാക്കിയുള്ള മുഴുവൻ കാര്യങ്ങളും റുക്കൂ, സുജൂദ്, അത്തഹിയ്യാത്ത്, പിന്നെ സൂറത്തുകൾ ഓതുന്നത്, തസ്ബീഹുകൾ എല്ലാം ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഇതിലാണ് ഖുശൂ. ഇത് അപ്പൊ നമ്മൾ എന്ത് വേണം അവിടെ? നമ്മുടെ നഫ്സ് ഒരു തരി മണ്ണിലേക്ക് എത്രയും നമുക്ക് ചെറുതാക്കാൻ കഴിഞ്ഞോ അത്രയും അള്ളാഹ് കിബാരിയത്ത് കൂടിക്കൊണ്ടിരിക്കും. അതായത് പ്രത്യേകത. മനസ്സിലായില്ലേ? അള്ളാഹു തആലയുടെ കിബാരിയത്ത് എത്ര കൂട്ടുന്നോ അത്ര നമ്മൾ എന്തായിരിക്കണം? താഴോട്ട് പോകണം, നഫ്സ് ഇങ്ങനെ ചെറുതാവണം. അതുകൊണ്ടാണ് സിദ്ദീഖ് തങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോ ചീഞ്ചട്ടിയിലുള്ള നമ്മള് പിന്നെ എണ്ണ തിളക്കുന്ന ആ ശബ്ദം കേൾക്കാറുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു തആല അൻഹു അമ്പ് ഊരിയത് അറിയായിരുന്നത്. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് നിസ്കാരത്തെ തുടക്കം. അതുകൊണ്ടാണല്ലോ എന്താക്കിയത്, തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് നിസ്കാരം തുടങ്ങാൻ വേണ്ടി അല്ലാഹു തആല കൽപ്പിച്ചത്. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് നമ്മൾ എന്താക്കേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് ഈ നിസ്കാരത്തിൽ ഉൾക്കൊള്ളേണ്ടത്. ഇനി ഇവിടെ അങ്ങോട്ട് നോക്ക്. അങ്ങനെ ഇയാൾ നിസ്കരിക്കാൻ എന്താക്കി എന്നിട്ട് കൈയോടെ വെക്ക് നോക്ക്. അപ്പൊ ഒന്നാമത് നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ കൈ ഉയർത്തലാണ് നമ്മൾ ഇതുവരെയും പറഞ്ഞത്. അതെ. ഇനി നമ്മൾ കൈ വെക്കുന്ന സ്ഥലം അത് അതിന്റെ അതും കൂടി ശ്രദ്ധിക്കണം. ആ കൈ പിന്നെ കൊണ്ടുപോയി വെക്കുന്നത് നെഞ്ചിന്റെ പൊക്കിളിലും ഇടയിലാണ്. ഇടത്തെ കൈയുടെ മേലെ വലത്തെ കൈ റിസ്റ്റുമേലും മെല്ലെ വെക്കുക, പിടിച്ചോണ്ട്. എന്താ ഇതിന്റെ പ്രത്യേകത? എന്തുകൊണ്ട് കൈ ഇങ്ങനെ കെട്ടിക്കൂടാ? എന്തെങ്കിലും തായ്ക്ക് താത്തിട്ടുകൂടാ? ആ രീതിയിലൊക്കെ കെട്ടുന്ന സമയത്ത് അള്ളാഹ് ഉദ്ദേശിക്കുന്ന ആ ഒരു ഇതില്ല, ഒരു ബഹുമാനം ഇവിടെ കിട്ടുന്നില്ല. അതിപ്പോ ഇങ്ങനെ കെട്ടിയ ബഹുമാനം കിട്ടത്തില്ല. എങ്ങനെയാണ് അത് കിട്ടും? അതിങ്ങനെ ഇട്ട് ഒരു കിബാരിയത്താ തോന്നുന്നു അവിടെ. നമ്മളൊരു അത് നിങ്ങളെ കുറച്ച് ദൂരെ നിന്നിട്ട് നിസ്കരിക്കാതെ അങ്ങനെ അല്ലാഹു അക്ബർ ഇങ്ങനെ നിൽക്കുന്ന ഒരാളെ ആ ഫേസയുടെ ആ ഷെക്കിൽ ആ രൂപത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രമാത്രം ഇയാൾക്ക് ഹുളു താഴ്മ വന്നിട്ടുണ്ട്. ദൂരെ നിന്ന് വീക്ഷിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. മനസ്സിലായില്ലേ? ആ നൃത്തം തന്നെ അതിലേക്ക് യോജിക്കുക. മനസ്സിലായില്ലേ? അതാണ് യഥാർത്ഥ കൈകെട്ടെന്ന് പറയാം. നെഞ്ചിന്റെയും പൊക്കളിന്റെയും ആ നൃത്തം എന്താണ്? നിസ്സഹായത നൃത്തം. നേരത്തെ അല്ലാഹു അക്ബർ പറഞ്ഞ ആ ലഫ്ദിനോട് യോജിക്കുന്ന ആ നൃത്തമാണ് അദ്ദേഹത്തിന്റെ നൃത്തം. മനസ്സിലായില്ലേ? അവിടെ ആ കൈ വെക്കുന്നത്. നേരെ മറിച്ച് കൈ വേറെ കോലത്തിലാവുമ്പോ വേറെ പല ഒരു സംശയം തോന്നി പോകും. ഇതൊന്നുമില്ല, നിസ്സഹായനാണ്. കണ്ടോ, കൈ അടക്കി വെച്ചു. വെക്കേണ്ട ഒന്നുമില്ല. ഇവന് ഒന്നിനും കഴിയാത്തവനാണ്, നിസ്സഹായനാണ്, ഏറ്റവും നിസ്സാരനാണ് എന്ന് റബ്ബിന്റെ മുമ്പിൽ നമ്മളങ്ങ് സമ്മതിക്കുകയാണ്. 100% സമ്മതിക്കുകയാണ്. ഇനി ഒന്നുമില്ല എൻ്റെ അടുത്ത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? അപ്പൊ ആ സമയത്ത് വന്ന് പിന്നെ കൊടുക്കാൻ നോക്കേണ്ടത് സുഖ പഠിപ്പിച്ചത് സ്ഥാനത്തേക്ക് നോക്കണോ? കണ്ടോ. അപ്പൊ ഒന്നാമത് കൈ തക്ബീറത്തുൽ ഇഹ്റാം പറയുമ്പോൾ കൈ ഉയർത്തുന്നു. രണ്ടാമത് ആ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ അവസാനം കൈ വെക്കേണ്ടത് നെഞ്ചിന്റെ പൊക്കിളാണ്. മനസ്സിലായി? ഇനി അതായത് ഇനി ഖുശൂഇന്റെ മർമ്മപ്രധാനമായ ഭാഗമാണ് നിസ്കാരത്തിന്റെ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കുക. 4 ഭാഗത്തെ നോക്കാൻ പാടില്ല. കണ്ടോ? കാരണം അതും അല്ലാഹു അതാണ് പറയുന്നത്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട, ആദ്യം പറഞ്ഞിട്ട് മറന്നു പോകരുത്. കാരണം ഏറ്റവും വലിയ സിട്ടാമായ അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും നിസ്സാരണ അടിമയാണ് നിൽക്കുന്നത് എന്ന് ഞാൻ സമ്മതിച്ചു. എന്നിട്ട് കൈവച്ച് വളരെ താഴ്മയോട് കൂടി എന്താക്കാണ് അദ്ദേഹം. അങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ. അപ്പോൾ നോക്കുകള്
ഒരു പ്രധാനമന്ത്രിയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒരു വേണ്ട ഒരു എസ്ഐന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുവോ? അതെ. മര്യാദയായിട്ട് ഇല്ലില്ല, ഒക്കത്തില്ല. നിൽക്കുവോ? അപ്പൊ കിട്ടൂല അടി, അതെ, ഉറപ്പല്ലേ? അതെ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്? ഇത് ആരാണ്? ഇത് സിട്ടാവാണ്. ഈ എസ്ഐയെയും ഈ പ്രധാനമന്ത്രിയെയും ലോകം മുഴുവൻ സിട്ടിച്ച് പരിപാലിച്ച സിട്ടാവിന് മുമ്പിലാണ് നമ്മൾ അത് പറഞ്ഞത്. അതല്ല ഓപ്പറല്ലേ? അതെ അതെ അതെ. പിന്നെന്താ സമ്മതിക്കാത്തത്? മനസ്സിലായില്ലേ? പിന്നെ ആ നോട്ടം പോലും അവന് അങ്ങനെ എന്താക്കാണ് അദ്ദേഹം എന്താക്കുന്നത്? പിന്നെ ആ സൂര്യ സ്ഥാനത്തേക്ക് നോക്കുന്നു. എന്താ സൂര്യ? കാരണം എന്തുകൊണ്ട്? റബ്ബാണ് അവിടെ റബ്ബിന് മുമ്പിൽക്കാ നോക്കുന്നത്. റബ്ബ് കന്നക്ക തറാ അല്ലേ? റബ്ബക്ക കന്നക്ക തറാ. റബ്ബിനെ ആദ്യമേ പറഞ്ഞ അവിടെ ഹദീസിലേക്ക് പോകണം. റബ്ബക്ക കന്നക്ക തറാ ഫൈലൻ തെക്കും തറാഹു ഫൈനു യറാക്ക. നീ അള്ളാനെ കണ്ടുകൊണ്ട് നിസ്കരിക്കണം. നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ലെങ്കിലോ അള്ള നിന്നെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ 2 പോയിന്റ്. ഒന്ന് അത് വളരെ പ്രധാനപ്പെട്ട. അപ്പൊ അള്ള മുമ്പിലുണ്ട്. റബ്ബ് നമ്മൾ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? അതുകൊണ്ടല്ല നമ്മൾ ഇങ്ങനെ ഈ താഴ്മ കാണിക്കുന്നത്.